അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ. അപ്പൊ ഇന്ന് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നമ്മൾ ഇന്നൊരു ഗാർഗ്ലിംഗ് ചാലഞ്ച് വെള്ളം കുടിക്കാനെന്ന് വിചാരിക്കരുത്. വെള്ളം കുടിക്കും, ഇവിടെ ഞാൻ കുടിപ്പിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മള് പ്യാർലി എന്താ പറയാ, നമ്മൾ വെള്ളം കുടിക്കുക, ഗാർഗിൾ ചെയ്യുന്നത്ര വെള്ളം കുടിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യം വാട്ടർ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അതെ, നീയും പറഞ്ഞു ഫസ്റ്റ് ജലം അമൂല്യമാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ 5 ചോദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം. ഞാനൊരു സോങ് കണ്ണേറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഞാനത് ചൂസ് ചെയ്തതിന് ശേഷം വായിൽ വെള്ളം നിറച്ചിട്ട് ഞാനത് പാടും. കണ്ണേട്ടനത് കണ്ടുപിടിക്കണം. അതാണ് ചാലഞ്ച്. കണ്ടുപിടിച്ചാൽ കണ്ണേറ്റിന് പോയിന്റ്. സിമ്പിൾ. ഓക്കെ. അതേപോലെ തിരിച്ചും 5 ചോദ്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 ചാൻസ് ഉള്ളൂ കേട്ടോ. അതായത് 2 വട്ടം നമ്മൾ പാടി കേൾപ്പിക്കുള്ളൂ. ശരി, അതിന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ 5 ചോദ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ണേട്ടൻ 5 ചോദ്യം കണ്ടുപിടിച്ചിട്ടില്ലേ? കണ്ടുപിടിച്ചിട്ടില്ല, നമ്മൾ ലൈവ് ആയിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മാത്രല്ല, നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെട്ടവര് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പോലെ വരും. അപ്പോൾ എളുപ്പമായിരിക്കും. ഇങ്ങനെ എടുത്തെടുത്ത് നോക്കണ്ടല്ലോ, പെട്ടെന്ന് അല്ലേ? എന്നാലും എടുത്തെടുത്ത് നോക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽസ് എടുത്ത് നോക്കും. എന്റെ ആകെ ഒരൊറ്റ സബ്സ്ക്രിപ്ഷനേ ഉള്ളൂ. അത് നമ്മുടെ വീഡിയോ വലിച്ചെന്നിട്ട് അത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതെ, നമ്മുടെ ചാലഞ്ചിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിന്റെ പിന്നെ ഇതില് തോൽക്കുന്നവർക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യും. നമ്മൾ ആ സജഷൻ വെച്ചിട്ട് നമ്മൾ പണിഷ്മെന്റ് ചെയ്യും അടുത്ത വീഡിയോ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് ആണ് ഗാർഗ്ലിംഗ് ചാലഞ്ച്. വെള്ളം കുടി ചാലഞ്ച്. അതെ, വെള്ളം കുടിക്കുക, തോൽക്കുക. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ വെള്ളം എടുക്കട്ടെ. തുപ്പി നിറയ്ക്കരുത് കേട്ടോ. ആദ്യം ഞാൻ പാട്ട് നോക്കട്ടെ കേട്ടോ. അത് നോക്കാൻ പാടില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, എനിക്ക് ഹെൽപ്പ് വേണ്ട. ഇതൊക്കെ ഞാൻ എങ്ങനെ പാടും? ഇതേപോലെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടില്ലേ? ഓക്കെ, ഈ പാട്ടൊക്കെ ഞാൻ എങ്ങനെ പാടും വെച്ചിട്ട്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ശിവനെ, ഇത് യാത് ജില്ല? തുപ്പാന് കാര്യമോ? കണ്ടുപിടിക്കോ? ഇടയിൽ കോൾ വന്നപ്പോ ഞാൻ അങ്ങോട്ട് മാറി. അപ്പോഴും കുട്ടി വയലുള്ള വെച്ചോണ്ടിരിക്കുക. അത് മാറ്റിയോ? അതെ, ചെമ്പട കൊട്ടി കോലം തുള്ളും താളം. അതന്നെ, എനിക്ക് കിട്ടി പോയിന്റ്. 1 point. ഓക്കെ. കഷ്ടപ്പാട് കണ്ടില്ലേ? കഷ്ടപ്പാട്? എന്ത് കഷ്ടപ്പാട്? കണ്ടുപിടിക്കണം കഷ്ടപ്പാടാ. അതൊന്നും അറിയില്ല. ഞാൻ ഓൾറെഡി എല്ലാം കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല, ഇനി അടുത്തത് കണ്ണേറ്റൻ. ഓക്കെ, ഞാൻ എളുപ്പമുള്ള സാധനം കേട്ടോ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. 1 2 3. രണ്ട് ചാൻസ് പറ. ഇതെന്ത് പാട്ട്
അല്ലേ ഇത് പൈപ്പിലുള്ളല്ലോ. ഇതൊക്കെ നമ്മള് കുടിക്കുന്ന വെള്ളം. അതാണ് പാട്ട് കറക്റ്റ് ആണല്ലേ? അത് ഞാൻ മൂളയോണ്ടല്ലേ കിട്ടിയത്. അല്ല അല്ല, അത് തന്നെ ഞാൻ കണ്ടുപിടിച്ചേ. അപ്പൊ 1-1. ഓക്കെ, അടുത്തേക്ക് കിടക്കട്ടെ. ഞാൻ കിടക്കാം. ആദ്യം ഞാൻ എന്റെ പാട്ട് നോക്കട്ടെ കേട്ടോ. ആദ്യം പാട്ട് പാടുന്നിട്ട് വായിലുള്ള നത്തിലൊന്നും പാട്ട്. വെള്ളം കുടിച്ച് ലാസ്റ്റ് വായിൽ വെള്ളൂ കഥ. പിന്നെ നോടി കണ്ടില്ല. അതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. കാത്തൊരു മഴകത്ത് ലാസ്റ്റ് ചാൻസ്. ഓക്കെ, കുട്ടനാടൻ അല്ലേ? പിന്നെ തോറ്റു. കരിനീല കണ്ണിലെന്തടി കവിളുള്ള പോയിലെന്തടി. അതായിരുന്നു. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നല്ലോ. ആണോ? കിട്ടിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ ചോദ്യം ഇതിനെങ്ങനെ ആക്കണം അറിയോ? ക്യാമറ ഓഫ് ആയിട്ട്. മൂന്നാമത്തെ ചോദ്യം ഏതായിരുന്നു? അല്ല, ഞാൻ രണ്ടാമത്തെ ചോദിക്കും. ഞാൻ രണ്ടാമത്തെ. അപ്പൊ നീ എന്നെ മൂന്നെണ്ണായത്? ഞാൻ രണ്ടെണ്ണായിട്ടുള്ളൂ. ആദ്യത്തെ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്റെ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് മൂന്നായില്ലേ? ഇത് രണ്ടാമത്തെ കഴിഞ്ഞ കണ്ണേട്ടൻ എന്നോട് രണ്ടാമത്തെ ചോദിക്കുന്നു. തങ്ക മനസ്സ് അമ്മ മനസ്സ്. കൊമ്പും കൊമ്പും വെഞ്ചാമരം പട്ടാഭിഷേകം. അപ്പൊ പോയിന്റിൽ എങ്ങനെയാ? 1-1 അല്ലേ നിക്കുന്നേ? രണ്ടാണെന്ന് പറഞ്ഞ് സമനിലയിൽ നിൽക്കും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകട്ടോ. മൂന്നാമത്തെ ചോദ്യമാണേ. നമ്മൾ ഇതിൽ മലയാളം സോങ്സ് മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തമിഴൊക്കെ ഉൾപ്പെടുത്തി. എനിക്കൊരു ഇത് വരട്ടെ. ഇതൊന്നും എനിക്കൊരു അത്ര ടഫല്ല. വായ വെള്ളം നിർത്തിട്ടല്ലേ ശരിക്കും? അതെ, പാട്ടാദ്യം നോക്കണ്ടേ? ശരി, ഒന്നും അറിയാതെ പാട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നില്ലേ? അല്ല, ചിലപ്പോ പെട്ടെന്ന്. ഓലല്ല, കൊലക്കുഴൽ വീട്. ചെത്തി മന്ദാരം തുളസല്ലേ? ചെത്തി രണ്ടും പറയൂലേ? തുപ്പാതെ പാട്ട് പാടില്ല. പഞ്ചവർണ്ണ അല്ലേ? വരുമോ കൂടെ വരുമോ? അതന്നെ പാട്ട്. കണ്ടുപിടിച്ചോ? തുപ്പണതല്ല, വരുന്നതാ. കുറച്ചല്ലേ നിറച്ചിട്ടുള്ളൂ. അപ്പൊ മൂന്നെണ്ണം പറഞ്ഞുകൊണ്ട് 2 പറഞ്ഞുകൊണ്ട് കണ്ണട ലീഡ് ചെയ്തേക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാൻ വന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുന്നേ, കുറച്ച് നിറച്ചാൽ മതി കേട്ടോ.
ഒന്നും കൂടി. തേന്മലരേ തേങ്ങരുതേ. ഇരുന്ന് മോങ്ങിക്കോ. തോറ്റു. ഏതെന്നെ പാട്ടത്? അനുരാഗ വിലോചനായി. അനുരാഗ വിലോചനൻ ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ എങ്ങനെയാണ് പോയിന്റ് അല്ല? 2-1. എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? 3 ചോദ്യങ്ങൾ. 3 ചോദ്യം വെച്ചിട്ടുള്ളത്. അതെ. അപ്പൊ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ഹരി മുരളീരവം അല്ലേ? ഇന്നലെ ഒരു കാര്യം പറയാം, ബെഡിന് തൊപ്പി നടക്കി എന്ത് തോറ്റു. ഇല്ല. പറയട്ടെ. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണം മേടിച്ചെന്റെ കൊടിയിട്ട് മിടുക്കിപ്പെണ്ണി തിരിച്ചിട്ട് മരിച്ചിട്ട് മരിച്ചിട്ട് പൊളിപ്പിച്ച കടത്തല് കൊടുക്കപ്പെണ്ണെ. 4-3 പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഓരോ ടൈമിൽ ഓരോന്ന് കൂടാണ്. ഇപ്പൊ 2-1. 4 ചോദ്യം ഞാൻ ചോദിച്ചു. 4ാമത്തെ ചോദ്യം ചോദിക്കൂ. ശരി ട്ടോ. 4ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യം അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞു നമ്മുടെ ചാലഞ്ച്. ടഫ് ഐഡിയ. ഒന്നുകൂടി. വെള്ളം കുടിച്ച് ഛർദ്ദിക്കാൻ എന്താ ട്രൈ ചെയ്യേ. ഇങ്ങനെ മണ്ണവലിരിക്കാതെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇതേത് പാട്ട്? നീയല്ലേ പറഞ്ഞു മലയാളം മാത്രമേ പറ്റുള്ളൂ പറഞ്ഞു. അല്ല, അത് തമിഴിൽ നിന്ന് നമ്മള് കളിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം? യോഗ ഇല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാളി. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം. ശരിക്കും എന്നോടെന്തിനീ പിണക്കം. അതുപോലെ അത് ഞാൻ ഫസ്റ്റ് എന്നോട് എന്തിനീ പിണക്കം എന്നല്ലേ പറയേ. ഇപ്പൊ 2-1 കേട്ടോ. 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൽ 2-1. ഓക്കെ. അപ്പൊ ഞാൻ 3 പറഞ്ഞു, താങ്കൾ 1 പറഞ്ഞു. കണ്ണേട്ട് 2 പറഞ്ഞു, ഞാൻ 1 പറഞ്ഞു. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ. അതെ അതെ. അത് ഞാൻ ചെറുതായിട്ട് ഒരു എളുപ്പമുള്ള പാട്ട് കൊടുത്തു. അത് കാരണം എങ്ങനെയായാലും വായിലെ വെള്ളം നിർത്തില്ലേ പാടുന്നത്. അടുത്ത പാട്ട്. ഇവൾക്ക് വെള്ളം എനിക്ക് ഇഷ്ടം. ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. എനിക്ക് അത്ര ഇഷ്ടമല്ല. കുറവ് കൊണ്ട് പുറത്ത് കുറവ്. സാധനം ഒന്നുമില്ല.
കാണാ കണ്ണിൽ കാണും അല്ല മറ്റേ അനന്തപുരത്തെ പാട്ട് അല്ലേ? അനന്തപുരത്തെ തീരന്നൂര് അല്ലേ? എനിക്കാ പോയിന്റ് നിനക്കല്ലേ? എനിക്ക് മനസ്സിലായി. അപ്പൊ 5-ൽ 3 നമ്പർ കൊണ്ട് 5-ൽ 3 കൊണ്ട് മുന്നേ വന്നു. ഇത് നീ പറഞ്ഞാൽ നീ തോക്കും. എന്നാലും നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ നന്നായിട്ട് പാടുന്നു. നീ പാടുന്നല്ല, ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നോണ്ടാണ് അല്ലേ? കുറച്ച് അടുത്തേക്ക് അങ്ങനെയൊക്കെ നീ മനസ്സിലാക്കി പാട്ട്. ഛർദിക്ക് കഴിഞ്ഞ ആഴ്ച സംശയം റിസ്ക് എടുക്കണോ? കുറച്ച് വെള്ളം നിറച്ചാൽ മതി. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ അല്ല അതല്ല ഇന്നലെ നെഞ്ചിലെ കുഞ്ഞു. നീ വിരഹ ഗാനങ്ങളുടെ ലിസ്റ്റ് വിട്ടിട്ട് കുറച്ച് നല്ല പാട്ടുകൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ പോയില്ല, ഫുൾ പാടും നല്ലതല്ലോ. പിന്നെ രണ്ട് ആൻസർ എനിക്കുള്ളൂ. കണ്ടു കണ്ടു കണ്ടില്ല. സൂര്യകിരീടം. അതാ അടിച്ചുപൊളി പാട്ട്. നാളെ തൊട്ട് എല്ലാ ഡിജയിലും വെക്കേണ്ട പാട്ടാണ് സൂര്യകിരീടം. വീണുടഞ്ഞു. ഓ, ഞാൻ പാടിയത് ശോകപ്പാട്ട് അത്ര. ഞാൻ പാടിയത് ലാലേട്ടൻ്റെ ഇരുന്നു. അപ്പൊ പറയും ഇത് ശോകപ്പാട്ട് വിട്ടിട്ട് അടിച്ചുപൊളി പാട്ട്. ലാസ്റ്റ് ഉത്തരം എന്തായാലും ജയിച്ച കാരണം വെറുതെ പറ്റിയിരിക്കുന്നു. 4-1 അങ്ങനെ 4+1 5 തികയ്ക്കണ്ട. 3-1 കണ്ടിട്ട്. പക്ഷേ ജയിച്ചു. അപ്പൊ ഇതിന്റെ പനിഷ്മെന്റ് എന്താ നിങ്ങൾ തന്നെ പറയും. അതെ, നമ്മൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ മീനിന്റെ തീറ്റെടുത്ത് വയലിട്ട് കൊടുത്താലോ? ഓ വേണ്ട, മീനുകൾക്ക് ഭക്ഷണം തികയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചാലഞ്ച് ഇന്ന് ഇത്രയേ ഉള്ളൂ. പനിഷ്മെന്റ് എന്താ വെച്ചാൽ പറയണം. തോറ്റത് കുട്ടിയെ കാരണം എന്ത് പനിഷ്മെന്റ് വന്നാലും ഞാൻ ചെയ്യും. അങ്ങനെ കടുകട്ടി പനിഷ്മെന്റ് അവരെന്തായാലും പറയില്ല. സോപ്പിടുക ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിവൃത്തിയൊന്നുമില്ല. കാണാതിരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പാട്ട് ഇങ്ങനെ പാടുന്ന സമയത്ത് അതിന് പ്ലെയിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയണം. അത് ശ്രദ്ധ മാറിയിട്ടാണ് ഇനി പാട്ട് പാടുന്നത് കിട്ടാനെന്ന് പറയുന്നത് കേട്ടോ. ആർക്ക്? താങ്കൾക്ക്. അല്ല, ഞാൻ പാട്ട് പാടുന്ന സമയത്ത് അതിന് ഫ്ലൈറ്റ്സ് പോയിട്ടുണ്ടായിരുന്നു. പോവാൻ പാടില്ല. ആകാശല്ലേ, ഫ്ലൈറ്റ്സിനല്ലേ പോവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിന് നമ്മൾ കടന്നു പോകുന്നു. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക, സ്ട്രോങ് ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, പാഴക്കരുത്. അതെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.